السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് ഖുർആൻ ക്ലാസ് സൂറത്തു മറിയം ഇതിൽ 58 ആയത്തിനങ്ങൾ വിശദീകരിച്ച ഒരുപാട് അമ്പിയാക്കന്മാര് ചരിത്രകഥ ചൊന്ന അങ്ങനെ സംബന്ധിച്ച് അള്ളാഹു താല ചൊന്നിട്ട് പിന്നെ അള്ളാഹു താല ചൊല്ല് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. അമ്പിയാക്കന്മാരൊക്കെ അള്ളാഹുടെ പേടിച്ച് അള്ളാഹുക്ക് സുജൂദിലായി പോകുന്നത്. പിന്നെ അള്ളാഹു താല ചൊല്ല ആ അമ്പിയാക്കന്മാരെ കാല കഞ്ഞൽ പിന്നെ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അതിൽ പിന്നെ ബടക്കാൽമാർ വന്നത്. എന്താ അങ്ങനെ സ്വഭാവം? അള്ളാഹു സ്വലാത്ത നിസ്കാരത്തെ അങ്ങ് ഒഴിവാക്കിയത്. വത്തബഉ ശഹവാതി അങ്ങനെ തടിച്ചകൽ അങ്ങനെ തടിച്ചൊണ്ടതിന് പിമ്പറ്റി അതിനെ പിറവത്ത് പോയാർ. ഫസൗഫ യൽഖൗന ഗയ്യ അങ്ങ് ശേഷം അങ്ങ് ഗയ്യുടെ കണ്ടെത്തിക്കൊണ്ട് ഗയ്യെങ്കിൽ നരകത്തിലുള്ള ഒരു സെപ്പറേറ്റ് ഒരു സ്ഥാനമായ വലിയൊരു നരകത്തിലെ ഒരു പ്രത്യേക ഒരു ഭാഗമായിട്ട് കൂടുതൽ കഠിന ശിക്ഷയുള്ള ഒരു ഭാഗം. അപ്പൊ ആ നരകത്ത് പോയിട്ട് അങ്ങ് പൂണ്ടാറ് എന്ന് ഇല്ലാമൻ താപ. പക്ഷെ അതിൽ നിന്ന് തൗബ ചെയ്ത് വാമന വിശ്വസിച്ച് വാമില സ്വാലിഹൻ സ്വാലിയായ അമല ചെയ്തർ അങ്ങനെ വിട്ടിട്ട് ഫൗലൈക യദ്ഖുലൂനൽ ജന്ന അങ്ങനെ അല്ലാഹു അക്കൂട്ടർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാറ്. വലാ യുലമൂന ശൈഅ അങ്ങനെ തെല്ലുപോലും ആക്രമിക്കപ്പെട്ടതല്ല. വലാ യുലമൂന ശൈഅൻ തെല്ലുപോലും അങ്ങനെ ആക്രമിക്കപ്പെടില്ല വെച്ചെങ്കിൽ അങ്ങാക്കിയ സൽക്കർമ്മത്തെ പ്രതിഫലത്തെ അങ്ങ് കൊറടിയാക്കി കൊടുക്കുക അതും ഇല്ല. വെറുതെ അങ്ങനെ ശിക്ഷിക്കുക അതും ഇല്ല. അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും അങ്ങനെ അക്രമം അള്ളാഹു താല ആക്കില്ല. പിന്നെ അള്ളാഹ് ആക്കിടാൻ കണ്ടെങ്കിൽ അതൊക്കെ അക്രമമായിട്ട് ചൊല്ലുകില്ല. കാരണം ഞങ്ങളെ ശരീരം ഞങ്ങളെ പടച്ചതും നിങ്ങൾക്ക് റിസ്ക് തന്നതൊക്കെ അള്ളാഹുടേതായിട്ടിക്കട്. അപ്പോൾ അള്ളാഹു താല എന്തൊരാക്കിയാൻ കണ്ടെങ്കിൽ അതൊക്കെ അക്രമം ഞങ്ങൾ ചൊല്ലുകില്ല. അപ്പോൾ അള്ളാഹു താല അങ്ങനെ ആക്കില്ല എന്നർത്ഥം. വലാ യുദ്ലമൂന ശൈഅൻ തെല്ലുപോലും അങ്ങനെ ആക്രമിക്കപ്പെട്ടതല്ല. അങ്ങ് ആക്കിയ നല്ല കാര്യത്തിന് ഒരു പ്രതിഫലം പോലും കൊറടിയാക്കാണ്ട് ഭർത്തിയാക്കിയിട്ട് അങ്ങ് കൊടുക്കട. അപ്പൊ അള്ളാഹു താല അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് മധുഹല്ല ചൊന്നും അങ്ങനെ പിൻപറ്റണമെന്ന് പ്രേരിപ്പിച്ച് അള്ളാഹു താല അങ്ങനെ ഓപ്പോസിറ്റിലിക്കട ആളുമാരെ സംബന്ധിച്ച് അള്ളാഹു താല ചൊന്ന അങ്ങനെ പിന്നെ വന്ന ആളുമാർ. അപ്പൊ ഈ അമ്പിയാക്കന്മാർ എന്നുള്ളത് ഇപ്പൊ ആദം നബി അലൈഹി സ്വലാമുടെ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ ആയിട്ടിക്കട് ആദം നബി അലൈഹി സ്വലാമുടെ മക്കളിൽ നിന്നല്ലേ ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ദുനിയാവുള്ളതായ എല്ലാ ആൾമാറും ദീനുള്ളങ്ങൻ ദീൻ ഇല്ലാത്തങ്ങോ എല്ലാവരും ആദം നബി അലൈഹി സ്വലാമുടെ മക്കൾ തന്നെയല്ലേ. അതും അമ്പിയാക്കന്മാരെ കൊന്നങ്ങല്ലേ നിഷേധിച്ചങ്ങല്ലേ. അപ്പൊ അതൊക്കെ ഈ ആദം നബി അലൈഹി സ്വലാമുടെ മക്കളിൽ പെട്ടങ്ങ് തന്നെയല്ലേ. എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ. അപ്പോ ആ ഓരോരോ ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാം നിൽക്കുമ്പോ ആ സമുദായത്തെ നല്ല നിലക്ക് നയിച്ചു കൊണ്ടുപോയിട്ട് അതിൽ പിന്നെ ആറു നബി അലൈഹി സ്വലാം എനിക്ക് കുറെ കാലം അങ്ങക്ക് നബിമാർ വന്നിടത്. നബിമാർ വന്നിട്ടാകുമ്പോ അതിൽ കുറെ കാലം കഴിയുമ്പോഴത്തെ ബടക്കാൽമാർ വണ്ടത് അസാധാരണ അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ആദം നബി അലൈഹി സ്വലാം മരിക്കുമ്പോഴത്തേന് 4 ലക്ഷം ആൾമാർ ഉള്ളത് ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനായിട്ട്. പിന്നെ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന്മാർക്ക് ബടക്ക് ചെറുക്കുകൊണ്ടത്. അപ്പൊ അള്ളാഹു താല നബിമാരെ കടത്തി അങ്ങനെ നല്ല തെറുക്ക് പിടിക്കല്. ഇങ്ങനെ ആ നബിയുടെ കാലം കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ ബടക്കാൽമാർ പണ്ടാറ് ആ നബിയുടെ ദീനിൽ നിന്ന് എന്താ പിൻപറ്റിയുണ്ട് ആ ദൂരത്താവ് നിസ്കാരത്തെ ഒഴിവാക്കിടാറ്. പിന്നെ വേണ്ടാത്തതൊക്കെ ചെയ്താറ്. അങ്ങനെ ചെയ്ത് എനിക്ക് കയ്യ് നരകമുണ്ട്. നരകത്തിലൊരു സ്പെഷ്യൽ സ്ഥാനം വന്നുണ്ട്. കഠിനമായ നരകമുണ്ട് ചെന്നിട്ട് അള്ളാഹു താല ചൊല്ലെ തൗബ ചെയ്ത് സ്വാലിയായ അമല് ചെയ്ത് അങ്ങനെയുള്ള ആളുമാര് അങ്ങനെ ഞങ്ങൾ സ്വർഗത്ത് പ്രവേശിപ്പിക്കട എന്നായിട്ടിക്കട് അള്ളാഹു താല ചൊല്ലെ. എന്നിട്ട് അള്ളാഹു താല ചൊല്ലെ ആ സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു താല ചൊല്ലെ ജന്നാത്തി അദിനില്ലതി വഅദ റഹ്മാൻ ഇബാദഹു ബിൽ ഗൈബ്. ആ സ്വർഗം എന്നുള്ളത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അത് വാഗ്ദാനമാക്കിയതായിട്ടിക്കട് ശാശ്വതമായി നിക്കട് സ്വർഗ അവന്റെ അടിമകൾക്ക് അവന് വാഗ്ദാനാക്കിയത്. ബിൽ ഗൈബി ആരും കണ്ടിട്ടില്ലല്ലോ സ്വർഗം. ഞങ്ങിപ്പാറും കണ്ടിട്ടില്ലല്ലോ. അത് ഉണ്ടെങ്കിൽ വിശ്വസിക്കണല്ലേ. ഇന്നഹു കാന വഅദുഹു മഅതിയ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗം കൊണ്ട് ചെന്നിട്ട് അല്ലാഹു വാഗ്ദാനം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പണ്ട് ആ സ്വർഗം കിട്ടാണ്ടിരിക്കില്ല. ആ സ്വർഗത്താൽ മാർ സ്വർഗത്തെ എത്ര. എന്നിട്ട് അല്ലാഹു തആല സ്വർഗത്തെ സംബന്ധിച്ചല്ലേ ലാ യസ്മഊന ഫീഹാ ലഹവൻ ആ സ്വർഗത്തിൽ അനാവശ്യ പലക്ക് കേൾക്കുകയില്ല.
ഇല്ലാ സലാമൻ, മലക്കുങ്ങ സലാം ചൊല്ലുവർ. സ്വർഗക്കാർ പരസ്പരം സലാം ചൊല്ലുവർ. വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ്യ, അങ്ങക്ക് ബുക്രയിലും അഷിയിലും അങ്ങക്ക് റിസ്ക് ഉണ്ട്. ബുക്ര രാവിലെ അസിയജന് പിന്നെ, അതായത് സദാസമയം എന്നായിട്ട് ഇവിടെ അർത്ഥം. ഞങ്ങൾ ഉച്ചത്തോളത്തേക്ക് ബുക്രത്തും ചൊല്ലും, ഉച്ചൽ പിന്നത്തെ അഷിയും ചൊല്ല്. അപ്പൊ സ്വർഗത്തില് ജാവും പോലുണ്ടോ? ഇല്ലല്ലോ. ഭൂമിയിൽ മാത്രല്ലേ, സൂര്യയുടെ കീഴിൽ വസിക്കടി ഭൂമിയിൽ നിങ്ങൾക്കല്ലേ ജാവും പോലും ചെന്നിട്ടുള്ളേ. അപ്പൊ ഭൂമിയിൽ നിങ്ങൾക്കല്ലേ ജാവും പോലില്ലേ. അപ്പൊ സ്വർഗത്തില് അവിടെ ജാവും പോലൊന്നുമില്ല. അതർത്ഥം അത് ആ സമയം പോലും ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉള്ള ആ അവസ്ഥ അനുസരിച്ച് ചൊല്ലണം. അപ്പോൾ അവിടെ സ്വർഗത്തിൽ ആ രീതിയിൽ അതിനെ കണക്കാക്കിയിട്ട് സുബൈയുടെ നേരമാകുമ്പോ അല്ല അസറിന്റെ നേരമാകുമ്പോ ഈ ചൊന്നതിനർത്ഥം സദാസമയം എന്ന് തന്നെ ആയിട്ടിക്കട. അങ്ങ് ആശിക്കട നേരത്ത്, അങ്ങ് ആഗ്രഹിക്കട നേരത്ത്, അങ്ങ് തിന്നോട്ട് തോന്നയുടെ നേരത്തൊക്കെ അങ്ങ് റിസ്ക് ഉണ്ട്. തിൽകൽ ജന്നത്തുല്ലതി നൂരിതു മിൻ ഇബാദിന മൻ കാന തഖിയ, ആ സ്വർഗം ചൊല്ലത് ചക്കോയുള്ള ആളുമാർ കായിട്ടിക്കിട്ട് ഞങ്ങൾ വിഹിതിച്ചു കൊടുക്കടേ, അങ്ങ് കായിട്ടിക്കിട്ട് ഞങ്ങൾ അതിനെ കട കൊടുക്കടേ എന്ന് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ചൊല്ലാം. അപ്പൊ ആ സ്വർഗം നിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുക്ക് തഖ്വ ചെയ്ത ആളുമാർക്ക് ഞങ്ങൾ വിഹിതിച്ചു കൊടുക്കടേ. അപ്പൊ സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു താല ചൊന്നിട്ട് ആ സ്വർഗത്തില് അനാവശ്യ പലക്കങ്ങളില്ല. എല്ലാ നേരവും റിസ്ക് ഉണ്ട്. കഷ്ടപ്പെടണ്ട, അധ്വാനിക്കണ്ട, വയസ്സാവില്ല, രോഗം പണ്ടില്ല, വിഷമമില്ല, ബേജാറില്ല, ദുഃഖമില്ല, നല്ലൊരു സന്തോഷമുള്ള ജീവിതം അള്ളാഹു സ്വർഗക്കാരിൽ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗം തിൽക്കൽ ജന്നത്തുല്ലതി, ആ സ്വർഗം നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ, ഞങ്ങളെ അടിമകളിൽ നിന്ന് തഖ്വയുള്ള ആളുമാർക്ക് ഞങ്ങൾ എന്താക്കിടാ, അത് അങ്ക് സ്വത്തായി ഞങ്ങൾ കൊടുക്കുക. അള്ളാഹുക്ക് തഖ്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിക്കടെ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്ക് ഞങ്ങൾ ഈ സ്വർഗത്തെ കൊടുക്കട എന്ന് അള്ളാഹു തആല ചൊല്ലേ. അപ്പോൾ തഖ്വയുള്ള ആൾമാർ സജ്ജനങ്ങൾ അങ്കായിട്ടിക്കിട്ട് ആ സ്വർഗത്തിന് ആ കൊടുക്കട. അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമുടെ ഭൂമിക്ക് ഇറക്കിയപ്പോൾ അള്ളാഹു തആല അണ്ട് ചൊന്നൊരു പലക്കുണ്ട്. തഖ്വ ചെയ്ത് നാ ചൊന്നതനുസരിച്ച് ജീവിച്ചാൻ കണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായി ഈ സ്വർഗം തരാം. അപ്പം ഞങ്ങളെ ബാപ്പ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലായിട്ടിരിക്കുന്നത് ആ സ്വർഗത്തെ തഖ്വയുള്ള ആളുമാർക്ക്. അപ്പൊ അള്ളാഹു തആല തൗബ ചെയ്ത് സാലിയായ അമല് ചെയ്ത് നന്നായക്ക് സ്വർഗമുണ്ട്. അപ്പൊ സ്വാലിയായ അമലും വേണം, തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുടെ കൊല്ലം ഖേദിക്കണം എന്നൊക്കെ അള്ളാഹു തആല പ്രേരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا تلك الجنة التي نورث من عبادنا من كان تقيا صدق الله العلي العظيم. കാതോടത്ത് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, ബറക്കത്ത് ചൊല്ലിട്ട് സന്തോഷം നൽകട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.